മക്കൾ സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്ന ജെക്കെയാണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. എന്റെ പൊന്നു മക്കൾസ്, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതിയുടെ കാന്തിക ഫലങ്ങൾ എന്ന മനോഹരമായ ചാപ്റ്ററിനകത്ത് എല്ലാ കാലത്തും എല്ലാ സമയത്തും എല്ലാ പരീക്ഷയിലും തെറ്റിക്കുന്ന A+ ലെവലുള്ള 5 ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പൊന്നുമക്കൾ, സാധ്യമായിട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ പലതവണ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് തവണ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 5 ചോദ്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു 10 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പൊ എന്റെ പൊന്നുമക്കൾസ്, എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ്. ആർക്കും ഒരു കുഴപ്പവും ബുദ്ധിമുട്ടും മനപ്രയാസവും ഇല്ലാന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ പറയുന്ന വാക്കുകളിലേക്കും ഈ സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ. എല്ലാവരും തെറ്റിക്കുന്ന ആ 5 A+ ലെവൽ ചോദ്യങ്ങൾ ഏതാ നമുക്കൊന്ന് പരിചയപ്പെടാം. മക്കൾ എങ്ങനെ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പരീക്ഷയ്ക്ക് ഇതേപോലൊരു ചിത്രങ്ങൾ തരും. ഓൾറെഡി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ചു നോക്കുക. എപ്പോഴും പരീക്ഷയ്ക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ വൃത്തിയോടുകൂടി എന്ത് ചെയ്താൽ അത് വായിച്ചു നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കുക. എന്താണ് തന്നിട്ടുള്ളത്? ഇൻ ദ ഗിവൺ ഫിഗർ കറണ്ട് ഫ്ലോസ് ഫ്രം സൗത്ത് ടു നോർത്ത്. ഇതുവരെ എങ്ങനെയായിരുന്നു നിങ്ങൾ പഠിച്ചിരുന്നത്? കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്ക് എന്നല്ല പറഞ്ഞത്. പകരം ഇവിടെ എന്ത് തന്നു? സൗത്ത് ടു നോർത്ത്. തന്നിരിക്കുന്ന ചിത്രത്തിൽ വൈദ്യുതി തെക്ക് നിന്നും വടക്കോട്ട് ഒഴുകുന്നു എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ചിത്രത്തിലേക്ക് നോക്കുക. ഇവിടെ നമുക്ക് AB എന്നൊന്നും തന്നിട്ടില്ല. ഇപ്പൊ വെറുതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ AB എന്ന് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ നോക്കി, ഇവിടെയല്ല സൗത്ത് വന്നിട്ടുള്ളത് അല്ലെ, ഇവിടെയാണ് നോർത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കറണ്ടിന്റെ ദിശ എവിടെ നിന്ന് എങ്ങോട്ടാണ്? സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്, തെക്കിൽ നിന്ന് വടക്കിലേക്ക്, അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? ഒന്ന് വായിക്കൂ. To which the direction will be north pole of the magnet needle turn എന്നാണ്. നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് നീഡിലെ ഏത് ഡയറക്ഷൻ, ഏത് ദിശയിലേക്ക് അത് വിഭ്രംശിക്കുന്നു അല്ലെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യുന്നു, ചലിക്കുന്നു, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏത് നിയമം പ്രയോജനപ്പെടുത്തിയാണ് ഈ നിയമത്തിൽ എത്തിച്ചേർന്നതെന്നാണ്. അതായത് നമ്മൾ ഏത് റൂളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ 2 ക്വസ്റ്റ്യൻ മാത്രം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തൊരു ചിത്രം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. മക്കൾ ഇത് നോക്കി. ഇവിടെ നമുക്ക് ഈ ചിത്രത്തിനകത്ത് ഇവിടെയാണ് പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്. കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് നീഡിൽ, താഴെയുള്ള ആ ഒരു കാന്തസൂചി മാഗ്നറ്റിക് നീഡിൽ ഏത് ദിശയിലേക്ക് ചലിക്കുന്നു എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഈസി മെത്തേഡ് പറഞ്ഞിരുന്നു. ഒന്ന് നോക്കുക. എന്താ ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എയിൽ നിന്ന് ബിയിലേക്ക്. അതായത് കറണ്ട് പാസ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് ആണ്. കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആന്റി ക്ലോക്ക്. അതുകൊണ്ട് താഴത്തെ മാഗ്നറ്റിക് നീഡിലും എങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുള്ളൂ? ആന്റി ക്ലോക്കിലേക്ക് തന്നെ ഡിഫ്ലക്ട് ചെയ്യുള്ളൂ. എങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുക? ആന്റി ക്ലോക്കിലേക്ക് തന്നെ ഡിഫ്ലക്ട് ചെയ്യാന്ന് ഓർത്ത് വെക്കുക. അതായത് ആന്റി ക്ലോക്കിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മള് നോർത്ത് സൗത്ത്, ഈസ്റ്റ് വെസ്റ്റ്, ഇങ്ങനെ ഓൾറെഡി നമുക്കറിയാം. ഇനി ഈ മാഗ്നറ്റിക് നീഡിൽ ആന്റി ക്ലോക്ക് അപ്രദക്ഷിണ ദിശയിലാണ് ചലിക്കുന്നതെങ്കിൽ അത് വെസ്റ്റിലേക്കാണ് ചലിക്കുക. ഇനി പ്രദക്ഷിണ ദിശ ക്ലോക്ക് വൈസിലാണ് ഡിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഈസ്റ്റ്, കിഴക്ക് ഭാഗത്തേക്കാണ് ചലിക്കുക. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആന്റി ക്ലോക്ക് ആണ്. അപ്പൊ താഴത്തെ മാഗ്നറ്റിക് നീഡിൽ എന്താണ്? ആന്റി ക്ലോക്ക്. ഇതൊരു ഈസി മെത്തേഡാണ് കേട്ടോ. ഇതല്ലാതെ ഞാൻ വേറെ ഐഡിയ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് സൗത്ത് ടു നോർത്തിലേക്കാണ്. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നത് സൗത്തിൽ നോർത്തിലേക്കാണെങ്കിൽ ഇത് എപ്പോഴും എങ്ങോട്ടേ ഡിഫ്ലക്ട് ചെയ്യുള്ളൂ? ആന്റി ക്ലോക്ക് ആകുമ്പോൾ വെസ്റ്റിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുക. അപ്പൊ നമ്മള് ഈ ഒരു ചിത്രത്തിലേക്ക് തന്നെ നമുക്ക് നോക്കാം. മക്കളെ ഇവിടെ നോക്കുക. കറണ്ട് പാസ് ചെയ്യുന്നത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്, അതായത് എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പൊ കറണ്ട് പാസ് ചെയ്യുമ്പോൾ തൊട്ടു മുന്നേ നമ്മൾ പഠിച്ചതാണ് ഈ മാഗ്നറ്റിക് നീഡിൽ ആന്റി ക്ലോക്കിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു. അതായത് വെസ്റ്റിലേക്കാണ്, അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അത് ഡിഫ്ലക്ട് ചെയ്യുക. അത് ആ ഒരു ഐഡിയ നിങ്ങൾ തൊട്ടു മുന്നേ പഠിച്ചു. അപ്പൊ ഇനി ഇതും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഈസി മെത്തേഡ് പറഞ്ഞുതരാം. സ്നോ റൂൾ എന്നൊക്കെ പറയും. SNOW. സ്നോ റൂൾ എന്ന് പറഞ്ഞാൽ വളരെ ഈസി. നോക്കിക്കോളൂ. സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് കറണ്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഓവർ ഹെഡ് വെസ്റ്റിലേക്ക് നമ്മളെ മാഗ്നറ്റിക് നീഡിൽ എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നു? വെസ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു. ഈ ഒരു ഒറ്റ ഐഡിയ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ മക്കളെ നോക്കുക. അപ്പൊ കാന്തസൂചിയുടെ ഉത്തരധ്രുവം ഏത് ദിശയിലേക്ക് ചലിക്കുന്നു?
വെസ്റ്റിലേക്കാണ് ചലിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഏത് നിയമമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്? ഒന്നുമില്ല, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇവിടെ ഏതായിരിക്കണം? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. വലതുകൈ പെരുവിരൽ നിയമം, വലതുകൈ പെരുവിരൽ നിയമം, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പിക്ചർ ഉണ്ടല്ലോ, ആ പിക്ചറിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം. അതിനുള്ള ഈസി മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി ജസ്റ്റ് നോക്കി നോക്കാം മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് പാസ് ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്, അതല്ലെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അതായത് ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് ആണ്. അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് ആന്റി ക്ലോക്ക്. ആന്റി ക്ലോക്കിലേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ആന്റി ക്ലോക്ക്, അപ്രദക്ഷിണ ദിശ. അപ്പൊ ഇത് വെസ്റ്റ് ആണ്, ഇത് പ്രദക്ഷിണ ദിശ, അപ്പൊ ഇത് ഈസ്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എപ്പോഴും A+ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് കറണ്ട് പാസ് ചെയ്താൽ, സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് കറണ്ട് പാസ് ചെയ്താൽ താഴെയുള്ള കാന്തസൂചി ഏത് ദിശയിലേക്ക് വിഭ്രംശിക്കുന്നു ഓർത്താൽ ഓർത്തേക്ക് അത് എങ്ങോട്ടായിരിക്കണം? വെസ്റ്റിലേക്കായിരിക്കും. അതിന് ഏറ്റവും നല്ല ഈസി മെത്തേഡ് സ്നോ റൂൾ എന്ന് ഉപയോഗിക്കുക. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആംബിയർ സ്വിമ്മിംഗ് റൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തില്ല, അത് എഴുതിയാൽ ആൻസർ കിട്ടും. ഇനി അതല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലത് കൈ പെരുവിരൽ നിയമം, അത് ഉപയോഗിച്ചൊക്കെ നമുക്ക് ഇവിടെ കണ്ടെത്താം. പക്ഷെ നിങ്ങൾ ആൻസർ പെട്ടെന്ന് നമുക്ക് മാർക്ക് കിട്ടുക എന്നുള്ള ഒരൊറ്റ ഐഡിയ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഒരു കണ്ടക്ടർ തന്നിട്ടുണ്ട്. എന്നൊരു ചോദ്യം എന്താണ്? എ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ദ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എ ബി ഇസ് ഡെപിക്റ്റഡ്. നമുക്ക് ഇവിടെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എ ബി തന്നിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ മാക്സ്വെൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ, മാക്സ്വെൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ച് ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ കറണ്ട് ആൻഡ് റെക്കോർഡ് ഇറ്റ്. വൈദ്യുതി പ്രവഹിക്കുന്ന എ ബി എന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ അടയാളപ്പെടുത്തിയിരിക്കുന്നു. മാക്സ്വെല്ലിന്റെ വലത് കൈ അല്ലെങ്കിൽ വലംപിരി സ്ക്രൂ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുത പ്രവാഹ ദിശ കണ്ടെത്തുക. ഈ വലംപിരി സ്ക്രൂ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല, അതിപ്പോ ഒരു സ്ക്രൂ ആണെങ്കിൽ, ഈ പേനപ്പോ സ്ക്രൂ ആണെങ്കിൽ ഞാൻ തിരിക്കുന്ന ഈ ഡയറക്ഷൻ കണ്ടോ? ഇങ്ങനെ ക്ലോക്ക് വൈസ് ആണ് ഞാൻ തിരിക്കുന്നത്, ക്ലോക്ക് വൈസ്. അപ്പൊ ഇത് അങ്ങോട്ടാണ് നീങ്ങി പോകുന്നത്. അപ്പൊ ഈ ക്ലോക്ക് വൈസ് അതായത് പ്രദക്ഷിണ ദിശ, സൂചി ഘടികാരം, അതായത് ഒരു ഘടികാരം ക്ലോക്കിൽ സൂചി കറങ്ങുന്ന പോലെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് നീങ്ങി പോകുന്നു. അപ്പൊ ആ കറങ്ങുന്ന ഭാഗമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, ഇത് നീങ്ങി പോകുന്നതാണ് കറണ്ട്. അപ്പൊ ഈ ചിത്രത്തിലാണല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്ക്രൂ റൂൾ ഉപയോഗിച്ചൊന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താ അറിയോ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലത് കൈ പെരുവിരൽ നിയമം ഉപയോഗിച്ച് തന്നെ കണ്ടെത്താം. ഈ ചിത്രത്തിലേക്ക് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മുടെ വിരലുകൾ എന്ത് ചെയ്യുക? ഈ വിരലുകളൊക്കെ മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് ഓർത്തേക്കുക. കാന്തിക ബലരേഖകളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പിടിച്ചു. അപ്പൊ എന്റെ തള്ളവിരൽ, തമ്പ് ഇങ്ങോട്ടല്ല നിൽക്കുന്നത്. തമ്പ് എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ ഏറ്റവും ഈസിയായ മെത്തേഡ് സ്ക്രൂ ഒന്ന് നോക്കാൻ നിൽക്കണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇങ്ങനത്തെ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിക്കുന്ന ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഈ വിരലുകള്. ബാക്കി തള്ളവിരൽ ഇതാ ഇങ്ങോട്ടല്ല നിൽക്കുന്നത്. അതുകൊണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ ദാ ഈ തള്ളവിരൽ നിൽക്കുന്ന ഭാഗത്തേക്കാണ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ബിയിൽ നിന്ന് എയിലേക്ക്. എവിടെ നിന്നാണ്? B to A. അപ്പൊ ഏത് റൂളാണ് ഉപയോഗിക്കേണ്ടത്? ശരിക്കും നമ്മൾ സ്ക്രൂ റൂളാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ? ദാ കൈ ഉപയോഗിച്ച് തന്നെ കണ്ടെത്താം. ഇങ്ങനെ പിടിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെ പിടിക്കുക. അപ്പൊ തള്ളവിരൽ ഇങ്ങോട്ട്. അപ്പൊ നോക്കുക, നമ്മളെ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ A+ ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻ വരും. അതിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ ഇതും എന്ത് ചെയ്യുക? ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഒരു പ്രാവശ്യം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ പേപ്പർ എടുത്ത് ഇങ്ങനെ കൈയൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ മതി. ദ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, അപ്പൊ തമ്പ് ഇങ്ങോട്ട്, അത് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് ഡയറക്ഷൻ, ഇത്രേ ഉള്ളൂ മക്കളെ. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ, ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമുക്ക് വീണ്ടും അതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു കാന്തിക മണ്ഡലത്തിലൂടെയുള്ള ഇലക്ട്രോണിന്റെ സഞ്ചാര ദിശ, ഇലക്ട്രോണുകളുടെ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇലക്ട്രോണുകളുടെ സഞ്ചാര ദിശയാണ് നമുക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനത്താൽ ഇലക്ട്രോണുകൾ അനുഭവപ്പെടുന്ന ബലത്തിന്റെ ദിശ പേപ്പറിനുള്ളിലേക്കുള്ള ദിശയിലാണ്. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? എന്നതാണ് ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ ഉപയോഗിച്ചാണ് കണ്ടെത്തേണ്ടത്. ഒന്നുമില്ല, ശ്രദ്ധിച്ചോളൂ മക്കളെ. ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണുകളുടെ മൂവ്മെന്റ് ആണ്.
ഇലക്ട്രോൺ എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും കറണ്ട് സഞ്ചരിക്കുക, അല്ലേ? അത് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഇനി അതോടൊപ്പം തന്നെ ഫോഴ്സ് ഫെൽറ്റ് ബൈ ദ ഇലക്ട്രോൺസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ എന്നാണ് കൊടുത്തുള്ളത്. അങ്ങനെയെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമ്മളോട് സ്റ്റേറ്റ് ചെയ്യാൻ പറയണം. നമുക്ക് ഒന്നും വേണ്ട, ഒരു കൺഫ്യൂഷൻ വേണ്ടത്. അതിനകത്ത് ചിത്രത്തിലേക്ക് നോക്കുക, ഇലക്ട്രോൺ താഴത്തേക്കാണ് പോകുന്നത്. കണ്ടോ മക്കളെ? നോക്കുക, ഇലക്ട്രോൺ എങ്ങോട്ടാ പോകുന്നത്? താഴത്തേക്ക്. ഇലക്ട്രോൺ താഴത്തേക്ക്. ഞാൻ കളർ ഒന്ന് മാറ്റി പിടിക്കട്ടെ. ഇലക്ട്രോണിന്റെ സഞ്ചാര ദിശ താഴത്തേക്കാണ്. അങ്ങനെ കറണ്ട് എങ്ങനെയായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇത് ആദ്യം മനസ്സിലാകും. കറണ്ട് എങ്ങോട്ടായിരിക്കണം? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കറണ്ട് എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക ബലരേഖകൾ അങ്ങോട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? കറണ്ട് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ ചിത്രം നമുക്ക് വേറെ പിച്ചെടുക്കാം, നോക്കിക്കോളും. ഇതിനകത്ത് ഇലക്ട്രോൺ ആണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മുകളിലേക്ക്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഇടത് കൈ നിയമം, ഇതിനകത്ത് തമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ്, ചാലകത്തിന്റെ ചലന ദിശയാണ്. ഇനി അടുത്ത് ചൂണ്ടുവിരൽ, ഫോർ ഫിംഗർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സെന്റർ ഫിംഗർ ആണ് കറണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക ബലം ഇങ്ങോട്ടാണ്. അപ്പൊ ഞാൻ എന്റെ ചൂണ്ടുവിരൽ ഇങ്ങോട്ട് പിടിച്ചു. മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതായത് നോക്കിക്കോളൂ, ഈ കാന്തിക ബലം എങ്ങോട്ടാണ്? അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്തു? എന്റെ ചൂണ്ടുവിരൽ ഇങ്ങനെ പിടിച്ചു. ഇനി കറണ്ട് പാസ് ചെയ്യുന്ന എങ്ങോട്ടാ? മുകളിലേക്ക്. അപ്പൊ സെന്റർ ഫിംഗറിനെ ഞാൻ എന്ത് ചെയ്തു? മുകളിലേക്ക് വെച്ചു. ശ്രദ്ധിക്കണേ, ഒന്നുമില്ല. എന്താണ്? കറണ്ട് ഇലക്ട്രോൺ താഴത്തേക്കാണ്. അപ്പൊ കറണ്ട് ഓപ്പോസിറ്റ് മുകളിലേക്കാണ്. അപ്പൊ ചൂണ്ടുവിരൽ ഞാൻ ഇങ്ങനെ പിടിച്ചു. അടുത്തെന്ത് ചെയ്തു? കറണ്ട് ഞാൻ മുകളിലേക്കാക്കി. അപ്പൊ എന്റെ തള്ളവിരൽ എങ്ങോട്ടാണ്? പ്ലെയിൻ്റെ ഉള്ളിലേക്ക്, ആ പേപ്പറിന്റെ ഉള്ളിലേക്കല്ലേ? ഇൻ ടു ദ പേപ്പർ. അപ്പൊ നമ്മളെ ചോദ്യം ശരിയാണ്. എന്താണ്? ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെപിക്റ്റഡ്. ദ ഫോഴ്സ് ഫെൽറ്റ്, എങ്ങോട്ടാണ് ഫോഴ്സ് വരുന്നത്? ദ ഫോഴ്സ് ഫെൽറ്റ് ബൈ ദ ഇലക്ട്രോൺ ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ. കറക്റ്റ് അല്ലേ? ഞാൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് എന്റെ ചൂണ്ടുവിരൽ വെച്ചു. ഇനി എന്ത് ചെയ്തു? കറണ്ട് എന്ന് പറഞ്ഞാൽ സെന്റർ ഫിംഗർ ആണ്. ഇലക്ട്രോൺ താഴത്തേക്ക് ഞാൻ മുകളിലേക്ക് വെച്ചു. അപ്പൊ എന്റെ തള്ളവിരൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കല്ലേ? അതുകൊണ്ട് ഇവിടെ ഫോഴ്സ് ഫെൽറ്റ് ചെയ്യുന്നത്, അനുഭവപ്പെടുന്നത് എങ്ങോട്ടാണ്? ഉള്ളിലേക്ക്. അപ്പൊ ഈ പ്രസ്താവന ശരിയാണ്. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചതിൽ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇത്രേ ഉള്ളൂ മക്കളെ. കറക്റ്റ് ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ ആണോ, സെറ്റ് ആണോ? ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പേടിക്കണം, നമ്മൾ എന്ത് ചെയ്യും? 2-3 പ്രാവശ്യം ഇത് ചെയ്യണം. നമുക്കൊരു A+ ലെവലുള്ള കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മിനിമം ഈ ഒരു 5 ക്വസ്റ്റ്യനുകൾ നമുക്ക് ഇതിനകത്ത് പഠിക്കണം. അപ്പൊ ഒരു 3 ക്വസ്റ്റ്യൻ നമ്മളിപ്പോ പറഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്വിച്ച് ഓൺ ചെയ്താൽ AB എന്ന ചാലകം ചലിക്കുന്ന ദിശ ഏതായിരിക്കും? ഇത് കണ്ടെത്താൻ സഹായിച്ച നിയമം ഏത്? ചാലകത്തിന്റെ ചലനദിശ വിപരീതമാക്കാൻ 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. അപ്പൊ ഇൻ വിച്ച് ഓഫ് ദ ഡയറക്ഷൻ വിൽ ബി ദ കണ്ടക്ടർ AB മൂവ് when the switch on ആണ്? സ്വിച്ച് ഓൺ ചെയ്യുന്നത് നെയിം ഓഫ് ദ റൂൾ ഡെപിക്റ്റഡ് ദിസ് ഡയറക്ഷൻ എന്നാണ്. അപ്പൊ മക്കൾ ഇങ്ങനത്തെ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യവും ബുദ്ധിമുട്ടും തോന്നുന്ന ഒരു ചിത്രമാണ് ഈ 2 ചിത്രം. അപ്പൊ ഇതിനകത്ത് ഈ കണ്ടക്ടർ AB എന്നുള്ള കണ്ടക്ടർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഇവിടെ ഈ AB എന്നുള്ള കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നത്, എങ്ങോട്ട് ചലിക്കുന്നു? ഇൻവേർഡ് ആണോ, ഔട്ട്വേർഡ് ആണോ, ഉള്ളിലേക്കാണോ, പുറത്തേക്കാണോ കണ്ടെത്താം. അത് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ തന്നെയാണ്. അപ്പൊ ഇടത് കൈ ഉണ്ടോ, നമുക്ക് എന്താ ചെയ്യാം? ഈ ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പൊ ഈ ഏത് ചിത്രം വന്നാലും 2 ഒന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ 2 ചിത്രങ്ങൾ ഇവിടെ കൊടുക്കാൻ കാരണം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഈ ചിത്രവും വരിക, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള പിക്ചറാവും വരിക. അപ്പൊ 2 ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കിക്കോളൂ. ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നത് അതിലൂടെ വന്ന് എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് അങ്ങനെ പിടിച്ചു. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. അതിന്റെ ചൂണ്ടുവിരൽ എന്ത് ചെയ്യാൻ പിടിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നോർത്ത് ടു സൗത്ത്. അപ്പൊ ഞാൻ ചൂണ്ടുവിരൽ നേരെ താഴത്തേക്ക് വെച്ചു. കറക്റ്റ് ആണല്ലോ? ലെഫ്റ്റ് ഹാൻഡ് റൂൾ എടുക്കുക. എന്നിട്ട് എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് മുകളിൽ നിന്ന് താഴത്തേക്ക്, നോർത്ത് നിന്ന് സൗത്തിലേക്ക്. അപ്പൊ ഞാൻ ചൂണ്ടുവിരൽ താഴത്തേക്ക് വെച്ചു. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. കറണ്ടിന്റെ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ തിരിച്ചു. അങ്ങനെ തിരിക്കുന്ന സമയത്ത് നോക്കുക, ഒന്നുമില്ല, ഞാൻ ചൂണ്ടുവിരൽ എന്ത് ചെയ്തു? നേരെ താഴത്തേക്ക് വെച്ചു. എന്താ താഴത്തേക്ക് പിടിക്കാൻ കാരണം? മുകൾ ഭാഗത്താണ് നോർത്ത്, താഴെ സൗത്ത്. അതുകൊണ്ട് ചൂണ്ടുവിരൽ ഞാൻ താഴത്തേക്ക് പിടിച്ചു. ഇനി എന്റെ സെന്റർ ഫിംഗർ എന്ത് ചെയ്തു? കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക്, അങ്ങോട്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെയുള്ളത് ഇങ്ങനെ പിടിച്ചു. അപ്പൊ എന്റെ തള്ളവിരൽ ഉള്ളിലേക്കല്ലേ വരുന്നത്? മക്കളെ ഒന്നുമില്ല, മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത്, മുകളിൽ, താഴത്തേക്കാണ് സൗത്ത്. അപ്പൊ ഇങ്ങനെ പിടിച്ചു. ഇനി കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ ഞാൻ എന്റെ സെന്റർ ഫിംഗർ ഇങ്ങോട്ട് പിടിച്ചു. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ചൂണ്ടുവിരല്, എന്റെ തള്ളവിരല്
അല്ലെ? തമ്പ് ഉള്ളിലേക്കല്ലേ, അതുകൊണ്ട് ഇത് എങ്ങോട്ടേ മൂവ് ചെയ്യുള്ളൂ? ഇൻവേർഡ്, ഉള്ളിലേക്ക്. ശ്രദ്ധിക്കണം. ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെ അതേപോലെ തന്നെ എന്താണ് നോർത്ത്, ഇവിടെ സൗത്ത്. ചൂണ്ടുവല്ലേ അങ്ങനെ പിടിച്ചു. കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക്, അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചു, അപ്പൊ എന്റെ തള്ളവരൽ ഉള്ളിലേക്ക്. അതുകൊണ്ട് എ ബി എന്നുള്ള ചാലകം ഇൻവേർഡ്, ഉള്ളിലേക്കാണ് ആദ്യം ചലിക്കുക. ഇത് ഏത് നിയമപ്രകാരം കണ്ടെത്തുന്നത്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമപ്രകാരമാണ് നമ്മളത് കണ്ടെത്തിയത്. മക്കൾ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഈ ഇടത് കൈ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. ഇനി അതല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ദാ ഇങ്ങനെ വരച്ചു. മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക ബലരേഖ. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, അപ്പൊ കറണ്ട് ഞാൻ വരച്ചു. അങ്ങനെയെങ്കിൽ തമ്പ് എങ്ങോട്ടായിരിക്കും? ഉള്ളിലേക്ക്. അപ്പൊ ഫോഴ്സ് ഉള്ളിലേക്കാണ്. അതുകൊണ്ട് എ ബി എന്നുള്ള ചാലകം ഉള്ളിലേക്ക്. ഒന്നുമില്ല, മാഗ്നറ്റിക് ഫീൽഡ് താഴത്തേക്ക്, കറണ്ട് അങ്ങോട്ട്, അപ്പൊ തള്ളവിരൽ ഉള്ളിലേക്ക്. അതുകൊണ്ട് ഇത് ഉള്ളിലേക്കാണ് ചലിക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു ചിത്രം എന്തായാലും മക്കളെ പഠിച്ചു വെക്കണം. നോക്കിക്കോളി. ഇനി അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് എ ടു ഡി, കറണ്ടിന്റെ ഡയറക്ഷൻ നമുക്ക് എയിൽ നിന്ന് ഡിയിലേക്ക്, അപ്പൊ എ ബി സി ഡി ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ദെൻ ദ മോഷൻ ഓഫ് ദ ആർമേച്ചർ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. കറണ്ടിന്റെ ദിശ എയിൽ നിന്ന് ഡിയിലേക്കാണെങ്കിൽ ആർമേച്ചറിന്റെ ചലനം പ്രദക്ഷിണം അപ്രദക്ഷിണം. ഇതും ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കോളൊന്നുമില്ല. കറണ്ടിന്റെ ഡയറക്ഷൻ അതാ എയിൽ നിന്ന് ബിയിലേക്ക്, അപ്പൊ ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. എ ബി സി ഡി ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഒന്നുകൂടെ ഓർത്തേക്കുക, കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? എയിൽ നിന്ന് ബിയിലേക്ക്, അപ്പൊ ഇവിടുന്ന് കറണ്ട് ഇങ്ങോട്ടാണ് പോവുക, സി ഡിയിൽ കറണ്ട് ഇങ്ങോട്ടാണ് വരിക. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എപ്പോഴും നോർത്ത് ടു സൗത്ത് അങ്ങോട്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ആർമേച്ചർ കറങ്ങുന്നത് ഇങ്ങനെയാണോ അതോ ഇങ്ങനെയാണോ എന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. നോക്കിക്കോളൂ. എന്ത് ചെയ്താൽ മതി? ഞാൻ ചൂണ്ടുവിരൽ ഇങ്ങനെ വെച്ചു. ഈ എ ബി എന്നുള്ള ഭാഗവും സി ഡി എന്നുള്ള ഭാഗത്തും കണ്ടാൽ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ മതി. ബാക്കി അതിന്റെ ഈസി ആയിട്ട് കണ്ടെത്താം. നോക്കുക. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്. അപ്പൊ ഞാൻ എന്റെ ചൂണ്ടുവിരൽ അങ്ങോട്ട് വെച്ചു. കറക്റ്റ് ആണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടില്ലല്ലോ? മനപ്രയാസമില്ലല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? സെറ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറെ പ്രാവശ്യം കാണണം കേട്ടോ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ വെച്ചു, ചൂണ്ടുവിരൽ. ഇനി കറണ്ട് പാസ് ചെയ്യുന്നത് ചൂണ്ടുവിരൽ ഇങ്ങനെ വെച്ചു, ബാക്കി വിരലേ വെച്ചു. കറണ്ട് പാസ് എയിൽ നിന്ന് ബിയിലേക്ക് അങ്ങോട്ടാണ്. അപ്പൊ ഞാൻ എന്റെ ഈ സെന്റർ ഫിംഗർ അങ്ങോട്ട് വെച്ചു, അപ്പൊ തള്ളവിരൽ താഴത്തേക്കല്ലേ. അപ്പൊ ഈസി ആയിട്ട് ഇങ്ങനെ പിടിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ വെച്ചു. ഇനി കറണ്ട് അങ്ങോട്ടാ പാസ് ചെയ്യുന്നത്, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് വെച്ചു. അപ്പൊ എന്റെ തള്ളവിരൽ താഴത്തേക്കല്ലേ. അപ്പൊ എ ബി എന്നുള്ള ഭാഗം താഴത്തേക്കാണ് മൂവ് ചെയ്യുക, ചലിക്കുക. അങ്ങനെയെങ്കിൽ സി ഡി എന്നുള്ള ഭാഗം മുകളിലേക്ക്. അതായത് ഇത് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക, ആന്റി ക്ലോക്ക്, അപ്രദക്ഷിണ ദിശ. എങ്ങനെയാണ്? അപ്രദക്ഷിണ ദിശ, ആന്റി ക്ലോക്ക് വൈസ്. ഒന്നുകൂടി ഞാൻ പറയാം, നോക്കിക്കോളൂ. ഈ ചിത്രത്തിലേക്ക് നോക്കുക. കറണ്ടിന്റെ ഡയറക്ഷൻ എവിടെ നിന്നാണ്? എയിൽ നിന്ന് ബിയിലേക്കാണ്. കറണ്ടിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പൊ ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, എ ബി. സി ഡിയിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പൊ ഏതാണോ ഈസി ആയിട്ടുള്ളത് അത് കണ്ടെത്തുക. അപ്പൊ ഞാനിപ്പോ എ ബി എന്നുള്ള ഭാഗത്തിന്റെ സൈഡ് കണ്ടെത്തുന്ന വിചാരിക്കുക. അപ്പൊ നോർത്ത് ടു സൗത്ത് ഞാൻ എന്റെ ചൂണ്ടുവിരൽ ഇങ്ങനെ വെച്ചു. ബാക്കി എന്റെ സെന്റർ ഫിംഗർ എന്താണ്? കറണ്ട് ഉള്ളിലേക്കാണ്. അപ്പൊ ഇങ്ങനെ തിരിക്കുന്നേക്കാൾ ഈസി ഇങ്ങനെ തിരിക്കാൻ. അപ്പൊ തള്ളവിരൽ താഴത്തേക്ക്. അപ്പൊ ഈ സൈഡ് എ ബി എന്നുള്ള ഭാഗം താഴത്തേക്കാണ് ചലിക്കുക. ഇനി സി ഡി എന്നുള്ള ഭാഗത്ത് നോക്കിയോളൂ, കണ്ടെത്താൻ പറ്റും. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, കറണ്ട് എങ്ങനെയാണ്? ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ച തമ്പ് എങ്ങോട്ടാണ്? മുകളിലേക്ക്. അപ്പൊ സി ഡി എന്നുള്ള ഭാഗം മുകളിലേക്ക്. അപ്പൊ ഇത് കറങ്ങുന്നത് ഇത് താഴത്തേക്കും സി ഡി മുകളിലേക്കും. അപ്പൊ എങ്ങനെ കറങ്ങുള്ളൂ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ആന്റി ക്ലോക്ക് വൈസ്. ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് മക്കളെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ചാപ്റ്റർ പൊതുവെ എല്ലാവർക്കും ദേശീയമാണ്. ദേശീയമാവാൻ കാരണത്തിനകത്ത് ന്യൂമറിക്കലൊന്നും പ്രോബ്ലങ്ങൾ ഇക്വേഷൻ ഒന്നും പഠിക്കാനല്ല, ഫുൾ എക്സ്പെരിമെന്റുകളാണ്. അപ്പൊ ഈ ഒരു പരീക്ഷണം നിങ്ങൾക്ക് ഒരു പരീക്ഷണം ആവാതിരിക്കാൻ ഇതെന്ത് ചെയ്യുക? ഈ ഒരു 5 ക്വസ്റ്റ്യൻ ഈ എക്സ്പെരിമെന്റ് ഒക്കെ എല്ലാവരും ഈസി ആയിട്ട് ആൻസർ ചെയ്യും. പക്ഷേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇത്ര ടൈറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു 5 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നു മക്കളെ, ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ വരാനിരിക്കുന്ന ഓണപരീക്ഷയിൽ നമുക്ക് ഇതേപോലെയുള്ള A+ ലെവൽ ചോദ്യങ്ങൾ വന്നാൽ ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക? ഈ ക്ലാസ് ഒരു 2-3 പ്രാവശ്യം കാണാം. ആദ്യമായിട്ട്
കേൾക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു ദേഷ്യം തോന്നിയേക്കാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടി തോന്നിയേക്കാം. പക്ഷെ 2 പ്രാവശ്യം അത് കേട്ടതിന് ശേഷം നിങ്ങൾ ആ ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഈസി ആയിട്ട് മാർക്ക് നേടാൻ പറ്റും. അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത് പഠിക്കണം മക്കളെ. ബാക്കിയുള്ളൊക്കെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് പഠിക്കാൻ പറ്റിയതാണ്. ഇതൊക്കെയാണ് ഇതിനകത്ത് കൺഫ്യൂഷൻ വരുന്ന, അല്ലെങ്കിൽ A+ കുറയ്ക്കാൻ സാധിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ, ഇതിൽപ്പെട്ട ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. അതുകൊണ്ട് തന്നെ മക്കൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. വരാനിരിക്കുന്ന എക്സാമിൽ നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുക, നല്ല അടിപൊളിയായിട്ട് എഴുതുക. അതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിനകത്ത് ഏതിൽ ബുദ്ധിമുട്ടുള്ള ഏരിയ അത് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റുകളും നോക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള കണ്ടന്റ് വീഡിയോകളൊക്കെ സെറ്റ് ചെയ്യും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ആൾ ദി ബെസ്റ്റ്.